പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ളവരെ, അങ്ങനെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത ഘട്ടം ഇങ്ങനെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. മോശ വഴി അഹ്റോനുണ്ട് കൂടെ. അപ്പോൾ അവർ പൊതുവായൊരു നിയമമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ തോന്നിയതുപോലെയൊക്കെ വർത്തമാനം പറയുന്നു, തോന്നിയതുപോലെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് 19-ാം അധ്യായം, പുറപ്പാട് 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ദൈവം കൽപ്പനകൾ കൊടുക്കാനായിട്ടുള്ള നടപടി. 20-ാം അധ്യായത്തിലാണ് ദൈവം കൽപ്പനകൾ കൊടുക്കുന്നത്, 10 കൽപ്പനകൾ നൽകുന്നത്. അത് നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്, നല്ല നടത്തിപ്പിന് വേണ്ടി. നമുക്ക് രാഷ്ട്രത്തിന് നിയമങ്ങളുണ്ട്, നമ്മുടെ സഭയ്ക്ക് നിയമങ്ങളുണ്ട്, ഇനി അലിഖിത നിയമങ്ങളുണ്ട്, എഴുതപ്പെടാത്ത നിയമങ്ങളുണ്ട്. അപ്പോൾ വീടിന് നിയമങ്ങളുണ്ട്, ഫാമിലിക്ക് നിയമങ്ങളുണ്ട്, പല നിയമങ്ങളും എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ നിയമങ്ങൾ അനുസരിക്കുമ്പോഴാണ് എല്ലാം അനുഗ്രഹമാകുക. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കയറി വരുന്ന രാത്രി, എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ കയറി വരുന്ന അങ്ങനെയുള്ള വ്യക്തികൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ അമ്മ നോക്കിയിരിക്കുകയാണ്, ഈ അപ്പൻ അല്ലെങ്കിൽ മകൻ വന്നിട്ട് വേണം വാതിലടച്ച് കിടക്കാൻ, അല്ലെങ്കിൽ അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ. ഇതൊരു നിയമമാണ്. ഇത് പക്ഷേ എഴുതപ്പെട്ടിട്ടില്ല, ഈ നിയമം എഴുതി വച്ചിട്ടില്ല. എഴുതപ്പെടാത്ത എത്രയോ നിയമങ്ങൾ. ചില നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് അനുഗ്രഹമാകുക. ഈ പള്ളിക്ക് നിയമമുണ്ട്, ഇല്ല, ഈ കുർബാന അർപ്പണത്തിന് നിയമങ്ങളുണ്ട്, ഇവിടെ പങ്കുചേരുന്നവർക്ക് നിയമങ്ങളുണ്ട്. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ നിയമം എന്താണെന്ന് അറിയാവോ? അനുതാപം. നിങ്ങൾ അനുതപിക്കുവിൻ, നിങ്ങൾ അനുതപിക്കുവിൻ. ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നിയമമാണ്, നിങ്ങൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മാതാവ് പറയും, ഇവിടുത്തെ തിരുനാൾ സെപ്റ്റംബർ 8-ാം തീയതിയാണ്, മാതാവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഇനി ഈ വർഷത്തെ ജീസസിൻ്റെ ബർത്ത്ഡേ വരികയാണ്. ബർത്ത്ഡേകൾ ഇത് സമാഗതമായി. അനുഗ്രഹം വേണോ? അങ്ങനെ വെറുതെ കിട്ടില്ല, കുറച്ച് ചേർന്ന് നിൽക്കണം. ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കാൻ നാണമില്ലേ? എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? നമ്മുടെ സ്നേഹം, നമ്മുടെ ഭക്തി, നമ്മുടെ അനുതാപം, നമ്മുടെ നിയമങ്ങൾ പാലിക്കൽ, സഭയിലെ നിയമങ്ങൾ പാലിക്കൽ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, എന്നിട്ട് ചോദിക്കാം. അപ്പോൾ ദൈവം തരും. നിയമങ്ങൾ നൽകുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്കതുകൊണ്ട് ഈ ചിന്തകൾ സ്വീകരിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലി നമുക്ക് ഭക്തിയോടുകൂടെ അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും
ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ദാസരോട് കരുണയായിരിക്കുകയും അങ്ങ് കൃപയുടെ ദാനങ്ങൾ കാരുണ്യപൂർവ്വം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കുകയും ചെയ്യണമേ. അങ്ങനെ പ്രത്യാശ, വിശ്വാസം, സ്നേഹം എന്നിവയാൽ തീക്ഷ്ണതയുള്ളവരായി അങ്ങേ കൽപ്പനകളിൽ ഞങ്ങൾ സദാ ജാഗരൂകരായി ഇവ കാത്തുപരിപാലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റെഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം മുഴുവൻ കാണെ കർത്താവ് സീനായ് മലയിൽ ഇറങ്ങി വരും. 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി. മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി. പാളയത്തിൽ ഉണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു വിറച്ചു. ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്തു കൊണ്ടുവന്നു. അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു. കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ സീനായ് മല മുഴുവൻ ധൂമാവൃതമായി. ചൂളയിൽ നിന്നെന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു. മല ശക്തമായി ഇളകി വിറച്ചു. കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു. കർത്താവ് സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അതെക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേൽ ഇരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങ് എന്നെന്നും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. ആകാശവിധാനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. കർത്താവെ, അങ്ങ് എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുവിശേഷ വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ശിഷ്യന്മാർ അടുക്കലെത്തി യേശുവിനോട് ചോദിച്ചു, നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട്? അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അവർക്ക് അത് ലഭിച്ചിട്ടില്ല. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയുമില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമാക്കി തീർക്കുകയും ചെയ്യുന്നു. ചെവിയുള്ളവൻ ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കാണുന്നു. നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ, എന്തെന്നാൽ അവ കേൾക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതും കേൾക്കാത്തതും അതൊരു പ്രശ്നമാണ്. ഏത് മേഖലയിലായാലും, ദൈവിക മേഖലയിലായാൽ പോലും, നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യത്തിലെടുത്താലും കൃത്യമായിട്ട് നിയമങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ വരികയും അത് പറഞ്ഞിട്ട് കേൾക്കാതെ വരികയും ചെയ്യുന്നത് അത് അസ്വസ്ഥതയ്ക്ക് കാരണമാവും. അപ്പോൾ നിയമങ്ങൾ പാലിക്കുക, ദൈവം നമുക്ക് അത് നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ജനത്തിൻ്റെ ഇടയിൽ തർക്കങ്ങളാണ്. അപ്പം തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയും അങ്ങനെ പ്രഭാതം മുതൽ സായാഹ്നം വരെ മോശ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ജനം വന്നിട്ട് പറയും, ഓരോ കാര്യങ്ങളിങ്ങനെ പറയും, ഓരോന്നിങ്ങനെ കേട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇത്രയും വലിയ ജനത്തിൻ്റെ ഓരോ പരാധീനതകൾ, തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജെത്രോ മോശയുടെ അമ്മായിയപ്പനാണ്. അദ്ദേഹം ഇത് കാണുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്? നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിൻ്റെ ചുറ്റും കൂടെ നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്തുകൊണ്ട്? മോശ പറഞ്ഞു, ദൈവഹിതം അറിയാനായി ജനം എന്നെ സമീപിക്കുന്നു. എന്തെങ്കിലും തർക്കങ്ങളുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു. ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജെത്രോ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല, അതായത് ചെയ്യുന്ന രീതി ശരിയല്ല എന്നാ പറയാം. നീയും നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും. ഇത് ഭാരമേറിയ ജോലിയാണ്, തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. അങ്ങനെയാണ് നീ നേതാവായിട്ട് നിൽക്കുക, പക്ഷേ ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ 1000, 60, 50, 10 വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക. അവരെല്ലാം ഇപ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ. നീ മൊത്തത്തിലൊരു മെയിൻ ആളായിട്ട് നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവരെ ഓരോ നേതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ നിനക്ക് സാധിക്കും. ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും. അത് പുറപ്പാടിൻ്റെ പുസ്തകം 18-24 മോശ അമ്മായിയപ്പൻ്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. അമ്മായിയപ്പൻ്റെ ഉപദേശം കേട്ടു. അപ്പോൾ വീട്ടിൽ ഉള്ളവർ പറയുന്നത് കേൾക്കണം. അതുപോലെ ദൈവിക നിയമങ്ങൾ, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യില്ല മക്കളെ, അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് കൃത്യമായിട്ട് അനുസരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ വചനം അത് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായമാണ്. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ്. അപ്പം ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയാൻ അല്ലേ, നമ്മൾ നിയമങ്ങൾ പാലിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. എൻ്റെ ജനമാണ്, അവൻ എൻ്റെ മകനാണ് എന്ന് പറയണമെങ്കിൽ അപ്പൻ്റെ നിയമങ്ങൾ പാലിക്കണം. അപ്പോൾ ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. അത് പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യമാണ്. 20-ാമത്തെ അധ്യായം പുറപ്പാട് 20-19 20-19 ഇത് തന്നെ ജനം കൽപ്പനകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ജനം പറയുകയാണ്, അവർ മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. നീ തന്നെ ഞങ്ങളുടെ ഇടയിൽ, ദൈവത്തിനും ഞങ്ങളുടെ ഇടയിൽ നീ തന്നെ മധ്യവർത്തിയായിട്ട് നിന്നാൽ മതി, ദൈവം പറയുന്നത് ഞങ്ങൾ കേട്ടുകൊള്ളാം. ഇങ്ങനെ അവർ വാക്ക് കൊടുത്തതാണ്. പക്ഷെ എന്നിട്ടും പലപ്പോഴും നിയമങ്ങളൊക്കെ തെറ്റിച്ച് അവർ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിയമങ്ങൾ എന്തിനാണ്? നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളാകട്ടെ, സമൂഹത്തിൻ്റെ നിയമങ്ങളാകട്ടെ, സഭയുടെ നിയമങ്ങളാകട്ടെ, സമാധാനവും ക്രമവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്.
സമാധാനവും ക്രമവും നിലനിർത്താൻ. ഇപ്പോൾ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിവാഹം കഴിച്ചു പോയ ആൾക്ക് സഭയിൽ കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ സാധിക്കില്ല. എത്രയോ മക്കളാണ് ഇതൊന്നും അറിയാതെ കുമ്പസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് കാര്യം പറയുമ്പോൾ വിഷമിച്ച് പോയിട്ടുണ്ട്. സഭയ്ക്കൊരു നിയമമുണ്ട്. അപ്പോൾ സഭയുടെ നിയമം തെറ്റിച്ച് പോകുന്നവർ വീണ്ടും കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല. കാരണം സഭയുടെ ഡിസിപ്ലിൻ അതിനെ ബാധിക്കും. ഇനി മറ്റുള്ളവർക്ക് ദുർമാതൃകയുമാകും. ഇപ്പം സഭയുടെ നിയമം തെറ്റിച്ച് ഒരാൾ ഒരു ജീവിതക്രമത്തിലൂടെ പോകുമ്പോൾ വീണ്ടും സഭയിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും? അവർ തോന്നിയ പോലെയൊക്കെ നടന്നു, അവർക്ക് അച്ഛനെല്ലാം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തർക്കങ്ങളുണ്ടാകും. അപ്പം നിയമങ്ങൾ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. അപ്പം ക്രമം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം രാഷ്ട്രത്തിൻ്റെ നമ്മുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ എന്തിനാണ്? ഹെൽമറ്റ് വയ്ക്കണം. അതുപോലെ നമ്മൾ റോഡിൻ്റെ നിയമങ്ങളൊക്കെ അതെന്തിനാ? അപകടങ്ങളും കുറ്റകൃത്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നീതിയും സുതാര്യതയും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ അനുഗ്രഹം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. എന്താ? കുർബാന സ്വീകരിക്കുന്നതിന് 3 കാര്യങ്ങളുണ്ട്. കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്നതിന് 3 കാര്യങ്ങളുണ്ട്. അറിയാവോ? 1 മണിക്കൂർ ഉപവാസം, വേണ്ടത്ര ഭക്തി ഒരുക്കവും, പ്രസാദപരാവസ്ഥയിലായിരിക്കണം. പ്രസാദപരാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നത്? കുമ്പസാരിക്കുമ്പോഴാണ്. അപ്പോൾ അത് കുർബാന സ്വീകരിക്കുന്നതിനൊരു നിയമമുണ്ട്. നല്ലതുപോലെ കുമ്പസാരിക്കാൻ 5 കാര്യങ്ങളുണ്ട്, അല്ല നിയമമുണ്ട്. അപ്പം നിയമങ്ങൾ നമ്മൾ പാലിക്കണം. തിരുസഭയുടെ കൽപ്പനകൾ 5, ദൈവത്തിൻ്റെ കൽപ്പനകൾ 10. അത് 2ആയിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെതിരായ തിന്മകൾ, മൂലപാപങ്ങൾ, ഇങ്ങനെ ഓരോ നിയമങ്ങൾ തന്നിരിക്കും നമ്മളതനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം. എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുള്ളൂ എന്ന് പറയരുത്. ഇനി തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ നമ്മളത് വിട്ടു നിൽക്കണം. മറ്റുള്ളവരുടെ സുരക്ഷയും പരിഗണിച്ച് പ്രവർത്തിക്കണം. ഒരാൾ സമൂഹത്തിൽ നിന്ന് ഒരു ആളുകൾ കൂട്ടമായിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് നമ്മൾ പുകവലിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള ഇടത്ത് നിന്ന് നമ്മൾ പുകവലിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ ശ്വാസം വലിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അയാളിങ്ങനെ ചുമ പിടിച്ച് അങ്ങനെ ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴും ടി ബിയുടെ പ്രാരംഭം. അങ്ങനെ അത് സർക്കാർ ആശുപത്രികളിലാണ് അത് ചികിത്സിക്കുക. അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ അത് ചികിത്സിച്ചപ്പോഴും അതിന് നടപടിയുടെ ഭാഗമായി വീട്ടിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് ടി ബിയുടെ സിംറ്റംസ്. മറ്റുള്ളവരുടെ സുരക്ഷയും പരിഗണിച്ച് നമ്മൾ നിയമങ്ങൾ പാലിക്കണം. ഇപ്പോൾ നമ്മൾ വിവാഹേതര ബന്ധങ്ങൾ പുലർത്താൻ പാടില്ല, വിവാഹത്തിന് മുമ്പുള്ള പാപം ചെയ്യാൻ പാടില്ല. ഇത് ഇങ്ങനെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ദുർമാതൃകയാണ്. മറ്റുള്ളവരുടെ നന്മയെ പരിഗണിച്ച് നമ്മൾ നിയമങ്ങൾ പാലിക്കണം. ഇനി വീടിന് നിയമമുണ്ട്. ഒരു മദ്യപാനിക്ക് നിയമമുണ്ടോ? വീട്ടിലെല്ലാവരും നന്നായിട്ട് ചെയ്യുകയാണ്. വീട്ടിലെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു, വിളമ്പിക്കൊടുക്കുന്നു, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പ്ലേറ്റ് കഴുകിക്കൊടുക്കുന്നു, ഈ മദ്യപാനിയുടെ വസ്ത്രങ്ങൾ കഴുകി തേച്ച് കൊടുക്കുന്നു, ഈ കുടുംബം പ്രാർത്ഥിക്കുന്നു. മദ്യപാനി എവിടെയെങ്കിലും മദ്യപിച്ച് നടക്കുമ്പോൾ ഇവരെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി എപ്പോഴെങ്കിലും കയറി വരുമ്പോൾ വീട് തുറന്നു കൊടുക്കുന്നു, അവർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു. ഓർത്തോയ്ക്ക് മദ്യപാനി ഒന്ന് ശരിയായാൽ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ചിലപ്പോൾ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റിത്തരണേ, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിത്തരണേ എന്നായിരിക്കും ഇവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെങ്കിലും ഒന്ന് കുറച്ച് കൊടുത്തുകൂടെ? ആ പാവങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നത്? പാവങ്ങൾ എത്ര നാളായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്? മദ്യപാനം ഒന്ന് മാറിയാൽ, ആ നിയമം ഒന്ന് പാലിച്ചാൽ, എഴുതപ്പെടാത്ത നിയമമാണത്. വീട്ടുകാരെ ബഹുമാനിച്ച് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത് അത് എഴുതപ്പെടാത്ത നിയമമാണ്. ആരും അടിച്ചേൽപ്പിച്ചിട്ടില്ല, ആരും ചോദിക്കാനും വരില്ല. പക്ഷേ ആ നിയമം ഒന്ന് പാലിച്ചാൽ ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. ഒന്നോർത്ത് നോക്കി. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നിയമം തോന്നിയതുപോലെ ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് തോന്നിയവാസി. തോന്നിയതുപോലെ ചെയ്യുക. അപ്പം കർത്താവിൻ്റെ സഭയിലും തോന്നിയ പോലെ പോകാൻ പാടില്ല. അപ്പം അത്
വാക്ക് കൊടുത്തിട്ട് കബളിപ്പിക്കാമോ? മാമോദീസയിലെ പ്രിയ കുഞ്ഞ്, നീ കുഞ്ഞായിരുന്നപ്പോഴാണ് മാമോദീസ സ്വീകരിച്ചതെങ്കിൽ നിന്റെ അപ്പനും അമ്മയും നിന്റെ തലതൊട്ടയാള്, അതായത് ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ, അവർ നിനക്ക് വേണ്ടിയിട്ട് വാക്ക് കൊടുത്തതാണ്. ഈ കുഞ്ഞിന് വിശ്വാസത്തിൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അന്ന്, ആദ്യ കുംഭസാരത്തിൻ്റെ അന്ന് നീ ദൈവവുമായി ഉടമ്പടി വെച്ചതല്ലേ? ഞാൻ ഇനി കൂടെ കൂടെ കുംഭസാരിച്ചോളാം, ഞാൻ കൂടെ കൂടെ കുർബാന സ്വീകരിച്ചോളാം, നീ ഉടമ്പടി കൊടുത്തതല്ലേ? പിന്നെ നീ സ്ഥൈര്യലേപനം സ്വീകരിച്ചപ്പോഴും നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മ എന്താണെന്ന് മനസ്സിലാക്കി നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. എന്നിട്ട് നന്മയിൽ ഉറച്ചു നിന്നോ? വിവാഹ ഉടമ്പടി, വിവാഹമെന്ന കൂദാശയിലൂടെ വിവാഹ ഉടമ്പടി. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് കല്യാണം നടത്തുന്നത്? ആളുകളൊക്കെ വിളിച്ച് എല്ലാവരും കാണുക കല്യാണം നടത്തുന്നത് എന്തിനാ? ഇവനിനി വേറൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടാൽ, ഇവനിനി ഇവളിനി ഒരു ചെറുക്കൻ്റെ കൂടെ, വേറൊരു ചെറുക്കൻ്റെ കൂടെ കണ്ടാൽ ഇവനെ അടിക്കണം എന്നൊരു ധ്വനി കൂടിയുണ്ട്. പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിൽ ഒരു ഉത്തരവാദിത്തം സമൂഹം ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ പാലിക്കണം, നിയമം പാലിക്കണം. നിയമം പാലിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം വാക്ക് കൊടുത്തിട്ട് കബളിപ്പിക്കരുത്. ആർക്കാണ് വാക്ക് കൊടുത്തത്? ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൻ്റെ ഭാഗമായി ആളുകൾ ഉടമ്പടി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്നാണ് ഈ ഉടമ്പടി ഉണ്ടായത്? ദൈവത്തിന് മുമ്പിൽ എടുത്ത ഉടമ്പടി കാറ്റിൽ പറത്തിയിട്ട് മനുഷ്യരുടെ മുമ്പിൽ വാക്ക് കൊടുത്ത് നടന്നിട്ട് കാര്യമുണ്ടോ? മനുഷ്യരുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? മനുഷ്യരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നീ നിന്റെ ദൈവത്തെ ബോധിപ്പിക്കാം. നീ കൂദാശകളിലൂടെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്തിട്ട് അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് നീ എപ്പോഴെങ്കിലും നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി, കൊച്ചുണ്ടാകാൻ, കല്യാണം നടക്കാൻ, കടം മാറാൻ, ഇങ്ങനെയൊക്കെ നിന്റെ കാര്യം കാണാൻ വേണ്ടി നീ മനുഷ്യരുടെ മുമ്പിൽ പോയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റോളാം. എന്നിട്ടത് ചെയ്യാൻ പറ്റാതെ ഉടമ്പടി പാപം, പുതിയൊരു പാപം വന്നിരിക്കുന്നു സഭയിൽ. ഉടമ്പടി പാപം എവിടെ ഉണ്ടായി? കത്തോലിക്ക സഭ പഠിപ്പിച്ചോ ഉടമ്പടി പാപം? നിന്നോട് മനുഷ്യരുടെ മുമ്പിൽ വാക്കുകൊടുക്കാൻ നിന്നോട് പറഞ്ഞോ? നീ ദൈവത്തിന് മുമ്പിൽ വാക്കുകൊടുക്കാം. സഭയിൽ നീ ജീവിക്കുമ്പോൾ നീ ദൈവത്തിന് വാക്കുകൊടുക്കുക. ഞാൻ ജീവിച്ചോളാം, ഞാൻ കർത്താവേ ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം, അങ്ങനെ പറയും. മറിയം ദൈവത്തിന് വാക്കുകൊടുത്തു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. എന്നിട്ട് ലൂക്കായുടെ സുവിശേഷം 1:38 മറിയം വാക്ക് കൊടുത്തത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ മറിയം ഈശോയുടെ ആ ഒരു കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, ശിമയോന്റെ മുമ്പിൽ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മറിയം ചെയ്ത കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുക, മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ഇനി അത് ലൂക്ക 2:27 വീണ്ടും പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ലൂക്ക 2:39 കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരമായ ഗലീല നസ്രത്തിലേക്ക് മടങ്ങി. അപ്പം നിയമം പാലിക്കുന്നതിൽ മറിയവും യൗസപിതാവും എത്രയോ ശ്രദ്ധയോടുകൂടെ അത് ചെയ്തിരുന്നു. ഇപ്പം ഞായറാഴ്ച ആചരണം നിനക്കറിയാവോ പ്രിയ ദൈവ പൈതലേ? നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിന്നെ ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നിന്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ടല്ല ഞായറാഴ്ച ആചരണം. കാരണം ദൈവം ഏറ്റെടുത്ത ഒരു കാര്യമാണ് ഈശോയുടെ കുരിശുമരണം. ഈശോയുടെ കുരിശുമരണത്തെ നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഈശോയുടെ മരണത്തെ നമ്മൾ ആരാധിക്കുകയാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എൻ്റെ സ്വന്തം ജനമെന്ന് പറയും, ഇവൻ എൻ്റെ പ്രിയ കൊച്ചാണെന്ന് ദൈവം പറയും. കാരണം എൻ്റെ ഏകപുത്രനെ ഞാൻ വിട്ടുകൊടുത്തു, ഏകപുത്രൻ്റെ മരണത്തെ ഈ മനുഷ്യർ ആരാധിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് നമ്മിൽ സംപ്രീതി ഉണ്ടാകും. ദൈവം ഒരു അനുഗ്രഹം എടുത്തു തരും. അപ്പം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ആചരണവും കുമ്പസാരം കുർബാന സ്വീകരണവും. പക്ഷെ അത് നമുക്ക് വേണ്ട, അതൊന്നും ചെയ്യാല. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ചുളുവിൽ കാര്യം കാണാൻ വേണ്ടിയിട്ട് ചില ഉടമ്പടി ഒപ്പിടാൻ പോകും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് പൂട്ടാനും
അതൊക്കെ എളുപ്പമാണല്ലോ. മുട്ടിന് നിരങ്ങുന്നത് അഭിഷേകമാണ്. പക്ഷേ കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും മുട്ടിന് നിരങ്ങിയിട്ട് കാര്യമുണ്ടോ? അപ്പം ദൈവത്തിൻ്റെ നിയമം ആദ്യം നമ്മൾ പാലിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നിയമം, അനുദപിക്കുക എന്നുള്ളതാണ്. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് ഏതെങ്കിലും പള്ളി വന്നിരിക്കുമ്പോൾ മാത്രം തോന്നേണ്ട കാര്യമല്ല, അനുനിമിഷം നമുക്കത് തോന്നണം. അതങ്ങനെ സംഭവിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ നിയമം പാലിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ നിയമം പാലിക്കുമ്പോൾ കർത്താവ് തന്നെ പറയട്ടെ, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ് എന്ന് കർത്താവ് തന്നെ പറയട്ടെ. ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം, ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം, നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം, നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം. ആ സ്നേഹമാണി വിരുന്ന് സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലിയുമീ ദിവ്യഭോജ്യം, സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലിയുമീ ദിവ്യഭോജ്യം. പരിശുദ്ധ അമ്മ കർത്താവിന് വാക്ക് കൊടുത്തതുപോലെ, അമ്മ കർത്താവിന് കൊടുത്ത വാക്ക് പാലിച്ചതുപോലെ സഭയിൽ അമ്മയെപ്പോലെ പ്രിയപ്പെട്ട ഒരു മകനായി ജീവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നെ പാർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞുവരും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും നന്ദിയുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം
കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സഹായരാജ് മെത്രാനോടും വൈദികണത്തോടുമ്പത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരെ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എങ്ങളിൽ കണിയനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എങ്ങളിൽ കണിയനമേയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എങ്കിൽ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങ് ജനത്തോടുകൂടെ ആയിരിക്കണമേ. സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച ഞങ്ങളെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജന്മത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ.
സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്തുരമ്മേ. ആവേ മറിയ കന്യാമാതാവേ, ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്തുരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരദേശായി അമ്മ ദൈവത്തിരുവാക്കാം, പുണ്യസ്വരമായി അമ്മ യേശു തിരുവലരാം. പരദേശായ